റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ ടോമാഹാക് ക്രൂസ് മിസൈലുകൾ എത്തുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടായാൽ റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചേക്കും എന്ന് ഉറപ്പ്. ട്രംപ് യുക്രൈനിന് ടോമാഹാക് മിസൈലുകൾ നൽകിയാൽ റഷ്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ടോമാഹാക് മിസൈലുകൾ എത്തിച്ചു കൊടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നീക്കം തുടങ്ങിയിരിക്കുന്നത്. തങ്ങൾക്ക് കൂടുതൽ ദൂരപരിധിയുള്ള ആയുധങ്ങൾ നൽകി സഹായിക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യുക്രൈനിന് ദൂരപരിധിയേറിയ മിസൈലുകൾ നൽകുന്നത് യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്നും US റഷ്യ ബന്ധങ്ങളെ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. ടോമാഹാക് മിസൈലുകൾക്ക് ഏകദേശം 2500 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഈ മിസൈലുകൾ യുക്രൈനിന്റെ പക്കൽ എത്തിയാൽ മോസ്കോ ഉൾപ്പെടെ റഷ്യയുടെ പ്രധാന നഗരങ്ങൾ ആക്രമണ പരിധിയിലാകും. ടോമാഹാക് മിസൈലുകൾ യുക്രൈനിന് നൽകുന്നത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ റഷ്യയുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കും. യുദ്ധം അവസാനിക്കാത്ത പക്ഷം യുക്രൈനിന് ടോമാഹാക് നൽകുന്നത് പരിഗണിക്കും. തങ്ങളുടെ നഗരങ്ങൾക്കുമേൽ ടോമാഹാക്കുകൾ പറന്നെത്തുന്നത് റഷ്യ കാണാൻ ആഗ്രഹിക്കില്ല എന്നതുകൂടി ട്രംപ് കൂട്ടിച്ചേർത്തു. ഏറെ ആശങ്കാജനകമാണ് ഈ നീക്കമെന്ന് റഷ്യ കരുതുന്നു. 2022 റഷ്യയുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലപ്പോഴേ ദൂരപ്രഹര മിസൈലുകൾ യുക്രൈൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ ആക്രമണങ്ങൾ മൂലം യുക്രൈനിലെ വൈദ്യുത നിലങ്ങൾക്ക് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗുരുതരമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ടോമാഹാക്കുകൾ യുക്രൈനിലേക്ക് അയക്കാനുള്ള അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര ബന്ധങ്ങളെ സാരമായി ബാധിച്ചേക്കാനിടയുണ്ട്. പ്രസിഡന്റ് ട്രംപ് അത്തരത്തിലൊരു തീരുമാനം എടുക്കില്ല എന്ന് പല രാജ്യങ്ങളും കരുതുന്നുണ്ടെങ്കിലും ട്രംപിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് വെച്ച് പുലർത്താൻ ആർക്കും കഴിയില്ല. നിലവിലെ യുദ്ധ സാഹചര്യം കീഴ്മേൽ മറിഞ്ഞ് കൂടുതൽ സങ്കീർണമാകാൻ ട്രംപിന്റെ ഒറ്റ തീരുമാനം മതിയാകും.